ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. 2025 ലോഗോസിന് 4 പുസ്തകങ്ങളിൽ നിന്നായി 35 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് പഠിക്കാനുള്ള 11 അധ്യായങ്ങളിൽ അവസാനത്തെ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ 2 വീഡിയോയായി ചെയ്യുകയാണ്. അതിൽ ആദ്യത്തെ വീഡിയോയാണിത്. ചോദ്യോത്തരങ്ങൾ പഠിക്കുന്നതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തി വരികയാണ്. മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നത് കൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ അധ്യായം എന്ന ക്രമത്തിൽ നമുക്ക് പഠിച്ചു പോകാനായി സാധിക്കും. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിനു ശേഷം അതേ നമ്പറിൽ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും ഫോൺ നമ്പരും അയക്കേണ്ടതാണ്. നമുക്കൊരു ജനറൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിന് വേണ്ട ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അതിൽ അംഗമാകാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ അധ്യായം 21 ആകെ എത്ര വാക്യങ്ങളുണ്ട്? 25 വാക്യങ്ങൾ. ചോദ്യം 2, ന്യായാധിപന്മാർ 21 അധ്യായത്തിന്റെ ഏക തലക്കെട്ട് ബെഞ്ചമിന്റെ നിലനിൽപ്പ്. 3, മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിരുന്നത് ആര്? ഇസ്രായേൽക്കാർ. 4, ഇസ്രായേൽക്കാർ എവിടെ ഒന്നിച്ചുകൂടിയാണ് ശപഥം ചെയ്തിരുന്നത്? മിസ്പായിൽ. 5, ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി എന്താണ് ചെയ്തിരുന്നത്? ശപഥം. 6, ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ചെയ്തിരുന്ന ശപഥമെന്ത്? നമ്മിലാരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല. 7, നമ്മിലാരും നമ്മുടെ പെൺകുട്ടികളെ ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല എന്നാണ് ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിരുന്നത്? ബെഞ്ചമിൻ ഗോത്രക്കാർക്ക്. 8, നമ്മിലാരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് എന്ത് ചെയ്തു കൊടുക്കുകയില്ല എന്നാണ് ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിരുന്നത്? വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല. 9, അവർ ബഥേലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു. ആര്? ഇസ്രായേൽക്കാർ. 10, അവർ എവിടെ വന്നാണ് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ബഥേലിൽ. 11, അവർ ബഥേലിൽ വന്ന് സായാഹ്നം വരെ ആരുടെ സന്നിധിയിലാണ് ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ദൈവസന്നിധിയിൽ. 12, അവർ ബഥേലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്ത്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? 13, അവർ ബഥേലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞപ്പോൾ കർത്താവിനെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ. 14, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, എവിടെ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട് എന്നാണ് അവർ കരഞ്ഞത്? ഇസ്രായേലിൽ. 15, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ എന്തില്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട് എന്നാണ് അവർ ഉച്ചത്തിൽ കരഞ്ഞു പറഞ്ഞത്? ഒരു ഗോത്രം. 16, പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചതാര്? ജനം. 17, ജനം എന്നാണ് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചത്? പിറ്റേ ദിവസം. 18, ജനം പിറ്റേ ദിവസം എപ്പോഴാണ് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചത്? പുലർച്ചയ്ക്ക്. 19, ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് എന്തു നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ബലിപീഠം. 20, ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ എന്തൊക്കെ ബലികളാണ് അർപ്പിച്ചത്? ദഹനബലികളും സമാധാന ബലികളും. 21, കർത്താവിന്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് തിരക്കിയതാര്?
ഇസ്രായേൽക്കാർ. 22 ന്യായാധിപന്മാർ 21:5 പ്രകാരം ഇസ്രായേൽക്കാർ തിരക്കിയത് എന്ത്? കർത്താവിന്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന്. 23 കർത്താവിന്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കാൻ കാരണമെന്ത്? മിസ്പായിൽ കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു. 24 എവിടെ കർത്താവിന്റെ മുമ്പാകെ വരാത്തവനെ കൊന്നുകളയണം എന്നാണ് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നത്? മിസ്പായിൽ. 25 മിസ്പായിൽ ആരുടെ മുമ്പാകെ വരാത്തവനെ കൊന്നുകളയണമെന്നാണ് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നത്? കർത്താവിന്റെ. 26 മിസ്പായിൽ കർത്താവിന്റെ മുമ്പാകെ വരാത്തവനെ എന്തു ചെയ്യണം എന്നാണ് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നത്? കൊന്നുകളയണമെന്ന്. 27 ഇസ്രായേലിന് അനുകമ്പ തോന്നിയത് ആരോട്? തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട്. 28 തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ആർക്കാണ് അനുകമ്പ തോന്നിയത്? ഇസ്രായേലിന്. 29 തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് എന്തു തോന്നി? അനുകമ്പ. 30 തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് അനുകമ്പ തോന്നിയ ഇസ്രായേൽ പറഞ്ഞതെന്ത്? ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു. 31 ഇസ്രായേലിൽ ഒരു ഗോത്രത്തിന് ഇന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് അനുകമ്പ തോന്നിയ ഇസ്രായേൽ പറഞ്ഞത്? അറ്റുപോയിരിക്കുന്നു. 32 ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ ചോദിക്കുന്നത് എന്ത്? ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്തു ചെയ്യണം? 33 ആർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്തു ചെയ്യണം എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്? ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക്. 34 ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ആരെ ലഭിക്കാൻ നാം എന്തു ചെയ്യണം എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്? ഭാര്യമാരെ. 35 ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിനെ തുടർന്ന് അവർ പറയുന്നത് എന്ത്? നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്ന് കർത്താവിന്റെ മുമ്പിൽ നാം ശപഥം ചെയ്തു പോയല്ലോ. 36 നമ്മുടെ ആരെ അവർക്ക് ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്ന് കർത്താവിന്റെ മുമ്പിൽ നാം ശപഥം ചെയ്തു പോയല്ലോ എന്നാണ് ഇസ്രായേൽ പറയുന്നത്? പുത്രിമാരെ. 37 നമ്മുടെ പുത്രിമാരെ അവർക്ക് ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്ന് കർത്താവിന്റെ മുമ്പിൽ നാം ശപഥം ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ ചെയ്തതെന്ത്? മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രം ഉണ്ടോ എന്ന് തിരക്കി. 38 മിസ്പായിൽ ആരുടെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രമുണ്ടോ എന്നാണ് അവർ തിരക്കിയത്? കർത്താവിന്റെ. 39 മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രമുണ്ടോ എന്ന് തിരക്കിയ അവർ കണ്ടെത്തിയതെന്ത്? യാബേഷ് ഗിലയാദിൽ നിന്ന് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല. 40 എവിടെ നിന്നാണ് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? യാബേഷ് ഗിലയാദിൽ നിന്ന്. 41 യാബേഷ് ഗിലയാദിൽ നിന്ന് ആരും സന്നിഹിതരാകാതിരുന്നത് എന്തിന്? സമ്മേളനത്തിന്. 42 എപ്പോഴാണ് യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായത്? ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ. 43 ആരെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോഴാണ് യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായത്? ജനത്തെ. 44 ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സമൂഹം ആരെയാണ് അവിടേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചത്? യുദ്ധവീരന്മാരായ 12000 ആളുകളെ. 45 യുദ്ധവീരന്മാരായ 12000 ആളുകളെ അവിടേക്ക് യാബേഷ് ഗിലയാദിലേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചതാര്? ആ സമൂഹം. 46 യുദ്ധവീരന്മാരായ എത്ര ആളുകളെയാണ് ആ സമൂഹം അവിടേക്ക് യാബേഷ് ഗിലയാദിലേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചത്? 12000.
47 എങ്ങനെയുള്ള 12,000 ആളുകളെ അവിടേക്ക് യാബേഷ് ഗിലയാദിലേക്ക് നിയോഗിച്ചുകൊണ്ടാണ് ആ സമൂഹം കൽപ്പിച്ചത്? യുദ്ധവീരന്മാരായ. 48 ആ സമൂഹം യുദ്ധവീരന്മാരായ 12,000 ആളുകളെ അവിടേക്ക് യാബേഷ് ഗിലയാദിലേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചതെന്ത്? സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം യാബേഷ് ഗിലയാദിലെ നിവാസികളെ വാളിനിരയാക്കുക. 49 ആരെല്ലാം അടക്കം യാബേഷ് ഗിലയാദിലെ നിവാസികളെ വാളിനിരയാക്കുക എന്നാണ് അവർ കൽപ്പിച്ചത്? സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം. 50 സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം എവിടുത്തെ നിവാസികളെ വാളിനിരയാക്കുക എന്നാണ് അവർ കൽപ്പിച്ചത്? യാബേഷ് ഗിലയാദിലെ. 51 സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം യാബേഷ് ഗിലയാദിലെ നിവാസികളെ എന്തു ചെയ്യുക എന്നാണ് അവർ കൽപ്പിച്ചത്? വാളിനിരയാക്കുക. 52 സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം യാബേഷ് ഗിലയാദിലെ നിവാസികളെ വാളിനിരയാക്കുക എന്ന് കൽപ്പിച്ച അവർ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്? എല്ലാ പുരുഷന്മാരെയും പുരുഷന്മാരോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ചു കളയണം. 53 ആരെയെല്ലാമാണ് നശിപ്പിച്ചു കളയേണ്ടത്? എല്ലാ പുരുഷന്മാരെയും പുരുഷന്മാരോടുകൂടെ ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും. 54 എങ്ങനെയുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ചു കളയണമെന്നാണ് അവർ കൽപ്പിച്ചത്? പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും. 55 യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാരാണ് ഉണ്ടായിരുന്നത്? 400 കന്യകമാർ. 56 എവിടെയാണ് പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാർ ഉണ്ടായിരുന്നത്? യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ. 57 യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ ആരെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാരാണ് ഉണ്ടായിരുന്നത്? പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത. 58 അവരെ കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആരെ? യാബേഷ് ഗിലയാദിലെ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാരെ. 59 യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്? കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക്. 60 ഏതു ദേശത്തെ ഷീലോയിലെ പാളയത്തിലേക്കാണ് യാബേഷ് ഗിലയാദിലെ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാരെ കൂട്ടിക്കൊണ്ടുവന്നത്? കാനാൻ ദേശത്ത്. 61 യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാരെ കാനാൻ ദേശത്തെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ സമൂഹം മുഴുവൻ ഒന്നുചേർന്ന് ചെയ്തതെന്ത്? റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി. 62 എവിടെ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കലാണ് ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തിയത്? റിമ്മോൺ പാറയിൽ. 63 റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് എന്താണ് നടത്തിയത്? സമാധാന പ്രഖ്യാപനം. 64 റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തിയതാര്? സമൂഹം മുഴുവൻ ഒന്നുചേർന്ന്. 65 സമൂഹം മുഴുവൻ ഒന്നുചേർന്ന് റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ആരുടെ അടുക്കലാണ് ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തിയത്? ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ. 66 സമാധാന പ്രഖ്യാപനം നടത്തിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ എന്തു ചെയ്തു? തിരിച്ചു വന്നു. 67 എപ്പോഴാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നത്? സമാധാന പ്രഖ്യാപനം നടത്തിയപ്പോൾ. 68 സമാധാന പ്രഖ്യാപനം നടത്തിയപ്പോൾ തിരിച്ചു വന്നതാര്? ബെഞ്ചമിൻ ഗോത്രക്കാർ. 69 ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നപ്പോൾ ഇസ്രായേൽ ചെയ്തതെന്ത്? യാബേഷ് ഗിലയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു. 70 എവിടെ നിന്ന് ജീവനോടെ രക്ഷിച്ച സ്ത്രീകളെയാണ് ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി കൊടുത്തത്? യാബേഷ് ഗിലയാദിൽ നിന്ന്. 71 ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു. എന്നാൽ ഡാഷ് ന്യായാധിപന്മാർ 21:14 പ്രകാരം പൂരിപ്പിക്കുക. എല്ലാവർക്കും തികഞ്ഞില്ല. ഇങ്ങനെ 71 ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ 21-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു വീഡിയോ കൂടിയാകുമ്പോൾ
ന്യായാധിപന്മാരിൽ നിന്ന് 2025 ലോഗോസിന് പഠിക്കാനുള്ള ഭാഗങ്ങളുടെ ആദ്യ റൗണ്ട് വീഡിയോകൾ അവസാനിക്കുകയാണ്. ഇനിയും മറ്റ് പുസ്തകങ്ങളുടെ പ്രഭാഷകൻ, ലൂക്ക, എഫേസോസ് പുസ്തകങ്ങളുടെ വീഡിയോ ചെയ്തു കഴിഞ്ഞതിനു ശേഷം ഇതിലെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, സമാന വാക്യങ്ങൾ, അങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ തുടങ്ങിയ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അത് കൃത്യമായി ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചു പോകുന്നതിന് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. വാക്യങ്ങൾ കാണാതെ പഠിച്ചാൽ മാത്രമേ വളരെ മൈന്യൂട്ടായി ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. ലോഗോസ് പ്രതിഭയാകണം, രൂപതയിൽ 1-ാം സ്ഥാനം നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ വാക്യങ്ങൾ കൂടി കാണാതെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു ഉദ്യമം കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തപ്പെടുകയാണ്. 4-5 വാക്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കൃത്യമായി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമ്മുടെ ജനറൽ വാട്സപ്പ് ഗ്രൂപ്പിലും അതിൻ്റെ ലിങ്ക് രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പലതവണ ആ വീഡിയോ ആവർത്തിച്ചു കേൾക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വാക്യങ്ങൾ മനഃപ്പാഠമാക്കാനായി സാധിക്കും. എല്ലാവരും നന്നായി വചനം പഠിക്കുക. ഒരു പരീക്ഷ എഴുതുക എന്നതിനേക്കാൾ ഉപരി ലോഗോസ് പഠനം എന്നത് ബൈബിൾ പഠിക്കുന്നതിന്, വാക്യങ്ങൾ പഠിക്കുന്നതിന്, ദൈവവചനം ധ്യാനിച്ച് അതിലൂടെ കുറേ നന്മകളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്യമമാണ്. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.